ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ കഴിയുന്നിടത്തോളം ഭക്തിയോടൊക്കെ കൂടി പങ്കെടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ നിമിഷങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അങ്ങേ ബലിജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, കേൾക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചേ? ഏത് പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നാലാമത്തെ പാഠല്ലേ, വിശുദ്ധ കുർബാന പരമോന്നത ആരാധന. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ പരമോന്നത ആരാധന എന്ന് പറയുന്നതെന്ന് എല്ലാവരും പഠിച്ചില്ലേ? ഉത്തരവൊക്കെ എഴുതിയില്ലേ? ഈശോ പിതാവിനർപ്പിച്ച ഏറ്റവും വലിയ ഒരു ആരാധനയായിരുന്നു കുരിശിലെ ബലി അല്ലേ? അതുകൊണ്ടാണ് ആ ബലിയുടെ കൗതാശികമായ പുനരാവിഷ്കാരമായതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ പരമോന്നത ആരാധന എന്ന് പറയുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? വിശുദ്ധ കുർബാന ബലിയാണെന്ന് പഠിച്ചു. ഈശോ നമുക്കൊരുക്കുന്ന സ്വർഗീയ വിരുന്നാണെന്ന് പഠിച്ചു. പിന്നെയോ മിശിഹാ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് വിശുദ്ധ കുർബാന സഭാസമൂഹത്തിൻ്റെ ആഘോഷം. നമുക്കറിയാം, സഭ സ്ഥാപിച്ചത് ആരാ? ആരാലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്? അതെ, ക്രിസ്തുവിനാലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. സഭയുടെ മൂലക്കല്ലെന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു തന്നെയാണ്. സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലാണ് സഭ പടുത്തുയർത്തപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഇങ്ങനെ ഉയർത്തപ്പെട്ട സഭയുടെ ശിരസ് ആരാണ്? ക്രിസ്തുവാണ്. നമ്മൾ ഓരോരുത്തരും ശിരസ്സായ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും സഭാംഗങ്ങളാണ്. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിന് ബലിയർപ്പിക്കുന്നത്? അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് നമ്മൾ എങ്ങനെയാണ് ബലിയർപ്പിക്കുന്നത്? സഭാഗാത്രം മുഴുവനായിട്ടാണ് അല്ലേ? നമ്മൾ ആരാധനയ്ക്ക് അണയുമ്പോൾ, വിശുദ്ധ ബലിക്ക് അണയുമ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും ഒരു ആരാധനാ സമൂഹത്തിൻ്റെ മുഴുവൻ ബലിയായിട്ടാണ് അർപ്പിക്കപ്പെടുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ബലി നമ്മൾ അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സഭാസമൂഹത്തിൻ്റെ വലിയൊരു ആരാധനയാണെന്ന് പറയുന്നത്. സഭാസമൂഹം മുഴുവൻ അതിൽ ഉൾക്കൊള്ളുന്നുവെന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇങ്ങനെ സഭാസമൂഹം മുഴുവൻ ഒന്നായി നിൽക്കുമ്പോൾ അവിടെ ഭൂവാസികളും സ്വർഗവാസികളും സമ്മേളിച്ചിരിക്കുന്നുവെന്നും നമുക്ക് അറിയാം. നമ്മുടെ പല പ്രാർത്ഥനകളും നമ്മെ അത് അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഈ സഭാസമൂഹത്തിൽ സന്നിഹിതനാകുന്ന ഈശോയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈശോ നമ്മോടൊപ്പം എപ്പോഴും ആയിരിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനാണ്. സഭയുടെ ശിരസ്സാണ് ക്രിസ്തു. ശിരസ്സായ മിശിഹ സഭയ്ക്കു വേണ്ടി ദൈവപിതാവിന് അർപ്പിക്കുന്ന നിത്യവും പരിശുദ്ധവുമായ ആരാധനയാണ് വിശുദ്ധ കുർബാന. ഇതിനെപ്പറ്റി പ്രമാണരേഖ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ദൈവ ആരാധനയെക്കുറിച്ചുള്ള പ്രമാണരേഖ ഇങ്ങനെ പഠിപ്പിക്കുന്നു. കുരിശിൽ സ്വയാർപ്പണം ചെയ്ത ഈശോയെ തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ പുരോഹിത ശുശ്രൂഷയിലൂടെ അതേ അർപ്പണം നടത്തുന്നത്. അപ്പത്തിലും വീഞ്ഞിലും പ്രത്യേക വിധത്തിൽ അവിടുന്ന് സന്നിഹിതനാണ്. സ്വശക്തിയാൽ അവിടുന്ന് കൂദാശകളിൽ സന്നിഹിതനാകുന്നു. കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും ദേവാലയങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും കീർത്തനങ്ങൾ ആലപിക്കുമ്പോഴുമെല്ലാം ഈശോ അവിടെ സന്നിഹിതനാണ്. ആരാധനാക്രമം 7. ഈശോ അവിടെ സന്നിഹിതനാണെന്ന് മാത്രമല്ല, ഓരോ കർമ്മങ്ങളും പരികർമ്മം ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈശോ തന്നെയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സഭാസമൂഹത്തിൻ്റെ ആഘോഷമാണ്, ആരാധനയാണ്. അവിടെ ആര് സന്നിഹിതനായിരിക്കുന്നു? ഈശോ സന്നിഹിതനായിരിക്കുന്നു. അടുത്തത് നാം കാണുന്നത് വിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ടല്ലേ?
നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നു, അങ്ങനെ എത്രയെത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട്. എന്നാൽ ആത്മീയ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട്, ആത്മാവിൻ്റെ പോഷണമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്, കഴിക്കുന്നത് എന്താണ്? വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ ജീവിതത്തിന് എന്ത് പ്രവർത്തിക്കും വേണ്ട ശക്തി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തെ വളരെയധികം ശക്തിയുള്ളതാക്കി മാറ്റുന്നു, നമ്മുടെ ജീവിതത്തിൽ കൃപ നിറയ്ക്കുന്നു. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ ശക്തിയെക്കുറിച്ച് ആരാധനാക്രമത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. കാരണം സ്വയം ദാനമായി നൽകുന്ന സ്നേഹത്തിൻ്റെ സന്ദേശം തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രഘോഷിച്ച ഈശോയുടെ ജീവിതത്തിൻ്റെയും അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയുമാണ് വിശുദ്ധ കുർബാനയിൽ നാം ചെയ്യുന്നത്. 4-ാം പ്രണാമജപം. ഈ ദിവ്യ രഹസ്യങ്ങളിൽ സജീവമായി നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? നമ്മൾ കൃപയാൽ നിറയുന്നു, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുന്നു. നമ്മുടെ ജീവിത ദുഃഖങ്ങളെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാൻ, ദുഃഖങ്ങളെ മാത്രമല്ല സന്തോഷങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഈശോയിൽ ഒന്നായി തീരുവാൻ നമുക്ക് കഴിയുന്നു. നമ്മുടെ ചുറ്റുപാടും ധാരാളം വിശുദ്ധരെ നാം കണ്ടുമുട്ടാറുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ 9-ാം ക്ലാസ് വരെ പഠിച്ച കാലഘട്ടങ്ങളിൽ നമ്മൾ എത്രയോ വിശുദ്ധരെ പരിചയപ്പെട്ടു, അല്ലേ? ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവരുടെയൊക്കെ ഇവരെയൊക്കെ വിശുദ്ധരാക്കി തീർക്കുവാൻ സാധിച്ചത് ഇവർക്കൊക്കെ ഈശോയോടുള്ള അത്യഗാധമായ സ്നേഹമായിരുന്നു. ആ സ്നേഹം അവർ അനുഭവിച്ചറിഞ്ഞത് എവിടെ നിന്നാണ്? വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയിൽ അവർ കൈക്കൊള്ളുന്ന ഈശോയിൽ നിന്നാണ് അവർക്ക് ആ സ്നേഹം ലഭിച്ചത്. നമുക്കറിയാം, പാവപ്പെട്ടവരെ സഹായിക്കാനായി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച മദർ തെരേസ, അതുപോലെ തന്നെ കുഷ്ഠരോഗികൾക്കായി ജീവിതം മാറ്റിവെച്ച ഫാദർ ഡാമിയൻ, നാസിയിലെ പട്ടാളത്തടങ്ങളിൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ തന്നെ ബലി കൊടുത്ത മാക്സിമിലിയൻ കോൾബെ, ഇങ്ങനെ എത്രയെത്രയോ വിശുദ്ധർ, അല്ലേ? വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശോയെ സ്വീകരിക്കുമെന്ന് വാശി പിടിച്ച വിശുദ്ധ കൊച്ചു തെരേസ്യ, വിശുദ്ധ കൊച്ചു നെല്ലി, ഇങ്ങനെ എത്ര വിശുദ്ധർ! ധാരാളം വിശുദ്ധർ നമ്മുടെ കേരളത്തിലുമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് വിശുദ്ധ എവുപ്രാസ്യാമ്മ എപ്പോഴും സക്രാരിയുടെ മുമ്പിൽ ചെന്നിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്ന എവുപ്രാസ്യാമ്മ. ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വിശുദ്ധരായി തീരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈശോയോടുള്ള അത്യഗാധമായ സ്നേഹമായിരുന്നു. വിശുദ്ധ കുർബാനയിലുള്ള അകമഴിഞ്ഞ ആ ഒരു സമർപ്പണ മനോഭാവമായിരുന്നു. അതായത് ദൈവോന്മുഖവും സഹോദരോടുള്ള സ്നേഹവും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എന്തിൽ നിന്നാണ്? വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അതിനു വേണ്ട ശക്തിയും മനസ്സും ഒക്കെ നമുക്ക് നൽകുന്നത് എന്താണ്? വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ഈ കഴിഞ്ഞ ദിവസം വിജയ് കുര്യൻ എന്ന ഒരു IAS കുറിച്ച് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചെറുപ്പം മുതൽ ഇന്ന് വരെ ഒരു വിശുദ്ധ കുർബാന പോലും മുടങ്ങാതെ, വളരെയധികം തിരക്കുകൾക്കിടയിൽ പോലും വിശുദ്ധ കുർബാന മുടക്കാതെ, അതുപോലെ തന്നെ രാത്രിയിലുള്ള കൊന്ത മുടക്കാതെ കഴിയുവാൻ അയാൾക്ക് സാധിച്ചിരുന്നെന്നാണ്. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ കുർബാന ഒരു ശക്തി കേന്ദ്രമാകണം. അടുത്തതായി നാം കാണുന്നത് വിശുദ്ധ കുർബാന നമ്മുടെ അനുദിന ജീവിതത്തിൽ തുടരുന്ന ഒന്നാണെന്നാണ്. വിശുദ്ധ കുർബാന ദേവാലയത്തിൽ പോയി അർപ്പിച്ചതിന് ശേഷം ബലിക്ക് ചേരാത്ത ജീവിതം നയിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. ബലിയുടെ ജീവിതം നയിക്കുവാനാണ് സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് ബലിയുടെ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. പാവങ്ങളെ സഹായിക്കുമ്പോൾ, രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റുള്ളവരുടെ സ്നേഹവും അനുസരണവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിക്കുന്ന അവസരങ്ങളിലെല്ലാം എന്താണ് നാം ചെയ്യുന്നത്? വിശുദ്ധ കുർബാനയ്ക്കടുത്ത ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൊച്ചു കഥ ഓർത്തു പോവുകയാണ്. അടുത്ത് നടന്ന ഒരു സംഭവമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ടൗണിൽ പോയി മടങ്ങുകയായിരുന്നു. നടന്ന വഴിക്ക് റോഡരികിൽ ഒരു 2 വൃദ്ധ ദമ്പതികൾ വാഹനത്തിന് കൈകൾ നീട്ടുന്നു. ആരും നിർത്താതെ പോകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഈ സുഹൃത്തും നിർത്താതെ കടന്നുപോയി. കുറച്ച് വാഹനം മുമ്പോട്ട് എടുത്തതിന് ശേഷം ചിന്തിച്ചു. പുറകോട്ട് വന്ന് അവരെ വാഹനത്തിൽ കയറ്റി. അപ്പോൾ ആ വൃദ്ധ ദമ്പതികൾ പറയുകയാണ്,
ദൂരമാണ് അവരുടെ വീട്, വളരെ ദൂരെയാണ് വീട്. ആശുപത്രിയുള്ള ചികിത്സാ സൗകര്യം ഇവിടെ അടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഡയാലിസിസ് ചെയ്തതിന് ശേഷം വരികയാണ്. വാഹനം വിളിക്കുവാനായിട്ട് കയ്യിൽ കാശില്ല. അപ്പോൾ നടന്നു പോവുകയാണ്, ക്ഷീണിച്ച അവസരമാണ്. അപ്പോൾ അവർ നന്ദി കൊണ്ട് ആ മനുഷ്യൻ്റെ മുൻപിൽ കൈകൾ കൂപ്പുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളുവെങ്കിലും അവരെ സഹായിക്കാൻ കഴിഞ്ഞതിൽ സുഹൃത്തിന് അതിയായ സന്തോഷം തോന്നി. കൊറോണയെ ഭയക്കേണ്ടതില്ല, ജാഗ്രത മാത്രം മതി. കാരണം ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാണ്, ബലിയുടെ ജീവിതം തുടരാനാണ്. ഈ അധ്യായത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്? വിശുദ്ധ കുർബാനയുടെ 5 തലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുവല്ലേ? അതിൽ പ്രധാനമായും ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? വിശുദ്ധ കുർബാന സഭാസമൂഹത്തിൻ്റെ ആഘോഷമാണ്. വിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. വിശുദ്ധ കുർബാന അനുദിന ജീവിതത്തിൽ തുടരേണ്ട ഒന്നാണ്. ഇന്നത്തേക്കുള്ള തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം എല്ലാവരും കണ്ടുപിടിച്ച് മനഃപ്പാഠമാക്കി പഠിക്കുകയും നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്യുക. ഇനി ചെറിയ 2 പ്രവർത്തനങ്ങൾ വേണ്ടേ? സഭ മിശിഹായോടൊത്താണ് തൻ്റെ ആരാധന സമർത്ഥിക്കുക. വിശുദ്ധ കുർബാന സ്വകാര്യ പ്രാർത്ഥനയല്ല, സഭാസമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുവോ? കാരണമെന്ത്? വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാകുന്നത് എങ്ങനെ? വിശുദ്ധ കുർബാനയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. വിശുദ്ധ കുർബാന പ്രധാനമായും 3 രൂപങ്ങളിലാണ് സീറോ മലബാർ സഭയിൽ നാം അനുഷ്ഠിക്കുന്നത്. സാധാരണ ക്രമം, ആഘോഷമായ ക്രമം, വളരെ ആഘോഷമായ ക്രമമാണ് റാസാക്രമം എന്ന് അറിയപ്പെടുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരുന്നു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയോട് ഞങ്ങൾ എപ്പോഴെങ്കിലും അവഗണന കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. പൂർവാധികം ഭക്തിയോടും ആദരവോടും കൂടി ബലിജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.